ക്ലിയർ അലൈനർ ചികിത്സ വിജയിക്കുവാൻ. ക്ലിയർ അലൈനർ ചികിത്സ ഇപ്പോൾ 10 കൊല്ലമായിട്ട് കേരളത്തിൽ ഉടനീളം നല്ല ഹൈ ക്വാളിറ്റിയും ലോ ക്വാളിറ്റിയുമുള്ള പല തരത്തിലുള്ള ക്ലിയർ അലൈനേഴ്സ് ഇന്ന് ലഭ്യമാണ്. എന്നാൽ ക്ലിയർ അലൈനർ ചികിത്സ പലപ്പോഴും ചെയ്തിട്ട് ശരിയായില്ല. അത് ചെയ്തതിന് ശേഷം തിരിച്ച് പല്ല് പൊങ്ങിപ്പോകുന്നു, തിരിച്ച് പല്ലുകൾ അത് പ്രതീക്ഷിച്ച അത്ര നല്ല റിസൾട്ട് കിട്ടിയില്ല എന്നെല്ലാം പലരും പറയാറുണ്ട്. ഇങ്ങനെ വിജയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അത് വിജയിപ്പിക്കാൻ എന്താണ്, അതിന് കൃത്യമായ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ക്ലിയർ അലൈനർ ചികിത്സ റെഗുലറായിട്ട് എല്ലാ ദിവസവും തന്നെ ക്ലിയർ അലൈനർ ചികിത്സ ചെയ്യുന്ന പേഷ്യൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ പലതും ചികിത്സ ഓൾറെഡി ചെയ്തവരും വരാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ക്ലിയർ അലൈനർ ചികിത്സ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ആവശ്യമുള്ള ചികിത്സയാണ്. അപ്പോൾ ക്ലിയർ അലൈനറിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഓർത്തഡോണ്ടിസ്റ്റ് കൃത്യമായിട്ട് ചെയ്ത് അത് പ്ലാൻ ചെയ്ത് അതിൻ്റെ പല്ലുകളുടെ മൂവ്മെൻറ്റ് മാറ്റാറുണ്ട്. അതൊരു സീക്വൻഷ്യൽ അലൈനർ തെറാപ്പി എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് ഓരോരോ ഘട്ടമായിട്ട് തിരിച്ച് 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ചിലപ്പോൾ 7 ദിവസം ഇങ്ങനെയുള്ള സമയത്ത് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചാൽ മാത്രമാണ് ക്ലിയർ അലൈനർ കൊണ്ട് നിങ്ങളുടെ പല്ലുകളെ നീക്കാൻ സാധിക്കുള്ളൂ. അത് പ്ലാസ്റ്റിക് ആണ്, അതിന് വളരെ ലൈറ്റ് ഫോഴ്സസ് ആണ്, അങ്ങനെ പല ഗുണങ്ങളുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. പലരും ഇത് ഉപയോഗിക്കുന്നത് രാത്രി മാത്രമാണ്. രാത്രി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പ്രയോജനമില്ല. രാത്രി മാത്രം ഉപയോഗിക്കുന്ന ക്ലിയർ അലൈനറുകൾ ഉണ്ട്, പക്ഷേ അതിൻ്റെ ലിമിറ്റഡ് യൂസേജാണ്, അതിൻ്റെ ചിലവ് കൂടുതലുമാണ്. അപ്പോൾ അങ്ങനത്തെ ചില ക്ലിയർ അലൈനേഴ്സ് ഉണ്ട്. അല്ലാത്ത എല്ലാ ക്ലിയർ അലൈനേഴ്സും പരമാവധി സമയം 20 മുതൽ 21 മണിക്കൂർ നമ്മൾ ക്ലിയർ അലൈനർ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഹൈ ക്വാളിറ്റിയിലുള്ള റിസൾട്ട് അതിന് ലഭിക്കുകയുള്ളൂ. 2 പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്സ്. ഈ പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്സ് കറക്റ്റായിട്ടുള്ള പൊസിഷൻസിൽ വെക്കുക. ആ പൊസിഷനിൽ ആ അറ്റാച്ച്മെൻറ്റ് ഇരിക്കുമ്പോൾ മാത്രമാണ് കറക്റ്റായിട്ട് പല്ലുകളെ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്സ് പലതരത്തിലുള്ളതുണ്ട്. അത് ഡോക്ടർ മോഡിഫൈഡ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ കമ്പനിയായിട്ട് തരുന്ന അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. ഇത് രണ്ടും കൃത്യമായിട്ട് ഡോക്ടറും കമ്പനിയും തമ്മിലുള്ളൊരു നല്ല ആശയവിനിമയത്തിൽ കൃത്യമായ പൊസിഷനിൽ ഇരുന്ന് അത് കൃത്യമായിട്ട് അത് എൻഗേജ് ചെയ്താൽ മാത്രമാണ് എല്ലാ മൂവ്മെൻറ്റ്സും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും കിട്ടുകയുള്ളൂ. ഇനി 3-ാമത്തെ കാര്യം റിഫൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് പല്ലുകൾ മൂവ് ചെയ്ത് വരുമ്പോൾ ചില പല്ലുകൾ നമ്മുടെ സാധാരണ പല്ല് കമ്പിയിടുമ്പോൾ പോലും ചില പല്ലുകൾ ചിലപ്പോൾ നീങ്ങാൻ താമസം, ഒരു വശം മറ്റൊരു വശത്തേക്കാൾ സ്പീഡിൽ പോവുക, ഇതെല്ലാം സാധാരണ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകാവുന്നതാണ്. ഒരു കാലിനെ പോകുന്ന പോലെ മറ്റേ കാൽ, നമ്മൾ നടക്കുമ്പോൾ പോലും ഒരു കൈ ചിലപ്പോൾ മുമ്പോട്ട് പോവുകയും മറ്റേ കൈ സാധാരണ കുറച്ച് നീങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ചില പല്ലുകളുടെ സ്പീഡ് കുറവും ചില പല്ലുകളുടെ സ്പീഡ് കൂടുതലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് റിഫൈൻമെൻറ്റ്സ് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ പല്ലുകളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി റിഫൈൻമെൻറ്റ് അലൈനേഴ്സ് ആവശ്യമുണ്ട്. ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചില പല്ലുകൾ നീങ്ങുകയില്ല. ചില മൂവ്മെൻറ്റ്സ് ക്ലിയർ അലൈനറിൽ പ്രത്യേകിച്ച് റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകളെ തിരിക്കാനുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ല് തിരിഞ്ഞ് വരണമെങ്കിൽ അത് ക്ലിയർ അലൈനറിൽ കിട്ടണമെങ്കിൽ അതിന് ചിലപ്പോൾ സ്പെഷ്യലൈസ്ഡ് അറ്റാച്ച്മെൻറ്റ്സ് വേണ്ടി വരും. ചിലപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില അതിനു വേണ്ടി മാത്രം ചിലപ്പോൾ ഒരു പല്ല് തിരിക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ 5-6 അലൈനർ കൂടുതൽ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചിലവിൻ്റെ കാര്യം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൺലിമിറ്റഡ് പാക്കേജസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും സാധാരണഗതിയിൽ നമ്മളുടെ അലൈനറിൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര അലൈനറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ അത് കൂടുതൽ നമ്പർ ഓഫ് അലൈനേഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് അഥവാ പേഷ്യൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് വഴക്കുണ്ടാക്കുകയൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ആ ഡോക്ടറോട് കൃത്യമായിട്ട് അഡീഷണൽ അലൈനേഴ്സിന് എക്സ്ട്രാ കോസ്റ്റ് വരുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഉള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയൊക്കെ വളരെ ആവശ്യമാണ്. ഇനി 5-ാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിറ്റൻഷൻ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉപയോഗിക്കേണ്ട, പല്ലൊക്കെ ഒരു ലെവലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഇതുമായിട്ട് ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ പറക്കുകയാണ്. അത് കഴിഞ്ഞ് അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറിനെ വിളിക്കലും ഇല്ല, പിന്നെ ഡോക്ടറിനെ കാണാനും വരില്ല.
അതുമാത്രമല്ല ഈ അലൈനർ ഇടാതിരുന്നാൽ വീണ്ടും ഈ പല്ലുകൾ പൊങ്ങി വരാനും പല്ലുകൾ നിരയെ തെറ്റാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിറ്റൻഷൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ ആക്റ്റീവ് ഫേസ്. ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ പല്ലുകൾ നീങ്ങുന്ന സമയമാണ്, അന്നേരം നിങ്ങൾ അലൈനർ ഇടുന്നുണ്ടാവും. അതിനുശേഷം കൃത്യമായ ഒരു റിറ്റൻഷൻ പ്രോട്ടോക്കോൾ ഉണ്ടാവും. ഓരോ പല്ലിനും പ്രത്യേകം റിറ്റൻഷൻ പ്രോട്ടോക്കോൾ ഉണ്ടാകും. ചില പല്ലിനകത്ത് നമ്മൾ ഫിക്സ്ഡ് റീറ്റെയിനർ കൊടുക്കേണ്ടി വരും, ചില പല്ലിനകത്ത് ഫിക്സ്ഡ് റീറ്റെയിനർ വിത്ത് ക്ലിയർ റീറ്റെയിനേഴ്സ് കൊടുക്കേണ്ടി വരും, ചിലതിനകത്ത് ക്ലിയർ റീറ്റെയിനേഴ്സ് മാത്രം കൊടുക്കേണ്ടി വരും, ചിലതിനകത്ത് ചില പല്ലുകളെ നമുക്ക് അതിൻ്റെ ഒക്ലൂഷൽ സെറ്റിലിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും, ചിലത് കൃത്യമായിട്ട് വീണ്ടും റിഫൈൻമെൻറ്റ് ചെയ്തിട്ട് വീണ്ടും റിറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതെല്ലാം റിറ്റൻഷൻ പ്രോട്ടോക്കോളിൽ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് ക്ലിയർ അലൈനർ വിജയകരമായിട്ട് നിങ്ങൾക്ക് വർഷങ്ങളോളം നിലനിൽക്കുന്ന പുഞ്ചിരിയും പ്രദാനം ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓർത്തഡോണ്ടിസ്റ്റും അതോടൊപ്പം തന്നെ ക്ലിയർ അലൈനർ ചെയ്ത് പരിചയമുള്ള ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കൊണ്ട് തന്നെ ക്ലിയർ അലൈനർ ചെയ്യുന്നത് നിങ്ങളുടെ ധനനഷ്ടം, സമയനഷ്ടം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനനഷ്ടമൊക്കെ ഉണ്ടാവാതെ നിങ്ങളെ സഹായിക്കുന്നതാണ്. കട്ടിയുള്ള ബുദ്ധിമുട്ടുള്ള കേസസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഹൈ ക്വാളിറ്റി ക്ലിയർ അലൈനേഴ്സ്. ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോക്കലായിട്ടുള്ള ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കാമെങ്കിലും ഹൈ ക്വാളിറ്റി ക്ലിയർ അലൈനേഴ്സ്, ഇപ്പോൾ ഇൻവിസലൈൻ അല്ലെങ്കിൽ നമ്മളുടെ ഷുവർ സ്മൈൽ അല്ലെങ്കിൽ ഓർത്തോ എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഹൈ ക്വാളിറ്റി ക്ലിയർ അലൈനേഴ്സ് വരുന്നുണ്ട്. മിക്കവാറും അതെല്ലാം വരുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിൽ നിന്നാണ്. കാരണം അവരാണ് ഇതൊക്കെ തുടങ്ങിയത്. അവരുടെ എടുക്കുന്ന മേടിക്കുമ്പോൾ അതിന് ചില പേറ്റൻസ് എല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പ്രിസിഷൻ ഓഫ് ഡെലിവറി ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യതയോടുകൂടി ഫോഴ്സസ് ഡെലിവറി ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം കൂടുതലാണ്. മറ്റതെല്ലാം ഓരോ കമ്പനികൾ അതിൻ്റെ ഷീറ്റ് മേടിച്ച് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് അവരവർ തന്നെ ഉണ്ടാക്കുന്നതും അത് മാത്രമല്ല ആ ഷീറ്റിൻ്റെ തിക്നെസ് ഓരോ ഏരിയയിൽ വേറെ ലെവലിലും പിന്നെ മൾട്ടി ലെയർഡ് ഷീറ്റ്സ് ഇതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിസിഷൻ ഓഫ് ഫോഴ്സ് ഡെലിവറി അഥവാ കൃത്യമായിട്ടുള്ള ഏത് സ്ഥലത്ത് കൃത്യമായിട്ട് ഫോഴ്സ് കൊടുക്കണമെന്നൊക്കെ അതിന് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള അലൈനേഴ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പല്ലുകളുടെ മൂവ്മെൻറ്റിൻ്റെ കൃത്യത കൂട്ടുവാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് പല്ല് ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ക്ലിയർ അലൈനർ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്ലിയർ അലൈനർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കുക. പലരും ക്ലിയർ അലൈനർ ഏതെങ്കിലും ഏറ്റവും ചീപ്പായിട്ടുള്ളത് എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്നു. അത് ശരിയായ നടപടിയല്ല. ചീപ്പായിട്ടുള്ളത് ചെയ്യുമ്പോൾ ആ റിസൾട്ടേ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞാൻ പല്ല് ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.